എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് 2024 വാല്യുവേഷൻ അവസാനിച്ചു. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിച്ചേക്കുമോ? വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +2 റിസൾട്ട് 2024 വാല്യുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചേക്കുവാണ്. റിസൾട്ട് ഉടൻ വരുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ നിരന്തരമായി കമൻറ്റുകളിൽ ചോദിച്ചുകൊണ്ടിരുന്ന ദിവസമാണ് +2 വാല്യുവേഷൻ എന്തായി, റിസൾട്ട് എന്തായി, എപ്പോൾ വരും ഒക്കെ. അപ്പോൾ വാല്യുവേഷൻ അവസാനിച്ചപ്പോൾ ടാബുലേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. +2വിൻ്റെ ഈ ടാബുലേഷൻ വർക്കുകൾക്കും കൂടി ശേഷമായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. +2 റിസൾട്ടിന് മുമ്പ് എന്തായാലും SLC റിസൾട്ട് പ്രസിദ്ധീകരിക്കും. SLC റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യാറുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കും. അപ്പോൾ SLC റിസൾട്ട് എപ്പോൾ വരുന്നോ അത് SLC റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് എന്തായാലും +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുകയുള്ളൂ. എല്ലാ വർഷവും അങ്ങനെയാണ്. SLC റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ഡേറ്റ് എന്ന് വെച്ചാൽ മെയ് 15 ഓർ 25 കാരണം കഴിഞ്ഞ വർഷമാണ് +2 റിസൾട്ട്, കഴിഞ്ഞ വർഷം മെയ് 25 +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തത്. ഈ വർഷം ഒരു മെയ് 15 ഓർ 25 എന്ന് മാത്രം പറയുന്നുള്ളൂ. ഒരു ഡേറ്റ് ഞാൻ കൺഫർമേഷനായി പറയുന്നില്ല. കാരണം ഡേറ്റ് കൺഫർമേഷനായിട്ട് പറഞ്ഞ ആ ഡേറ്റിൽ റിസൾട്ട് വന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ തെറിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ തെറി വിളിച്ചിട്ടുണ്ട്. അത് നമ്മൾ മറ്റ് വീഡിയോസും ഒക്കെ കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ആ ഡേറ്റ് പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും ആ ഡേറ്റിൽ വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും പല വീഡിയോകളിലും മെയ് 10 വരുമെന്ന് തന്നെ പറയുന്നുണ്ട്. മെയ് 5 SLC റിസൾട്ട് പ്രസിദ്ധീകരിച്ചു, മെയ് 10 +2 റിസൾട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും മെയ് 5 SLC റിസൾട്ട് ഡേറ്റ്, മെയ് 10 +2 റിസൾട്ട് ഡേറ്റ് എന്നുള്ളത് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് അല്ല എന്ന് വിദ്യാർത്ഥികൾ ഉറപ്പിച്ച. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു ഡേറ്റിനെ സംബന്ധിച്ചുമുള്ള ഒരു വിവരവും വന്നിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ത് ചെയ്യേണ്ടത്, +2 റിസൾട്ടും SLC റിസൾട്ടും അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായിട്ട് പത്രസമ്മേളനമൊക്കെ വിളിച്ചാണ് ഇന്ന് റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എല്ലാ വർഷവും ഇന്ന ദിവസം SLC റിസൾട്ട് പ്രസിദ്ധീകരിക്കും, ഇന്ന ദിവസം ഇത്രാം മണിക്ക് +2 റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. ഇതുവരെ അത് സംബന്ധിച്ചുള്ള ഒരു അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്നോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുവരെ ഒഫീഷ്യൽ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡേറ്റ് ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. ഒരു മെയ് 15 25 ഉള്ളിൽ നിന്ന് മാത്രമേ പറയുള്ളൂ. അതിന് മുമ്പ് വരാം, ചിലപ്പോൾ ആ ഡേറ്റിലായിരിക്കും വരുന്നത്. പക്ഷേ എന്നാൽ പോലും ഞാൻ 15 25 ഉറച്ചു നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മെയ് 5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായി, മെയ് 5 ആകാനായി കഴിഞ്ഞു. മെയ് 5 എന്തായാലും തന്നെ SLC റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യില്ല. കാരണം കഴിഞ്ഞ വർഷം മെയ് 19 SLC റിസൾട്ട് വരെ അനൗൺസ്മെൻറ്റ് ചെയ്തത്, 25 +2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തത്. ഒരു മെയ് പകുതിയോടൊക്കെ കൂടി മാത്രമേ എന്തായാലും റിസൾട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. ഇനി വരുമോയിലും നമുക്കറിയത്തില്ല, കാത്തിരുന്ന് കാണാം എന്നല്ലേ പറയുന്നത്. ഞാൻ മുൻകൂട്ടി ഒന്നും പറഞ്ഞില്ല, നമുക്ക് കാത്തിരുന്ന് വരുമോ ഇല്ലയോ നോക്കാം. കാത്തിരിക്കാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.